ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു. ഒരു വനിത ആദ്യമായി ബഹിരാകാശത്തെത്തിയിട്ട് 60 വർഷം തികയുന്നു. ബഹിരാകാശം കീഴടക്കിയ വനിതകൾ. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പരിവേഷണവുമൊക്കെ പുരുഷന്മാരുടെ കുത്തകയാണെന്ന് ലോകം ഉറച്ചു വിശ്വസിച്ച കാലത്താണ് വാലന്റീന തെരഷ്കോവ എന്ന റഷ്യൻ വനിത ബഹിരാകാശത്തേക്ക് പറന്നത്. 6 പതിറ്റാണ്ട് മുൻപായിരുന്നു അത്. വീണ്ടും ഒരു വനിത അവിടെ എത്താൻ പിന്നീട് നീണ്ട 19 വർഷത്തെ ഇടവേളയുണ്ടായി. ഇക്കാലയളവിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെ സ്ത്രീകൾ തങ്ങൾ ആകാശം കീഴടക്കുന്നത് സ്വപ്നം കണ്ടു. വൈകാതെ അവരിൽ പലരും തങ്ങളുടെ സ്വപ്നം വെട്ടിപ്പിടിക്കുകയും ചെയ്തു. ആദ്യമായി ബഹിരാകാശം കണ്ടപ്പോൾ കഥയിലെ അത്ഭുത ലോകത്തെത്തിയ ആലീസിനെ പോലെയാണ് വാലന്റീന. ഇവിടം സുന്ദരമാണ്, എത്ര മനോഹരമായ നിറങ്ങൾ. ആ പ്രപഞ്ച വിസ്മയം അടുത്ത് കണ്ട അവരുടെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ബഹിരാകാശം കണ്ട് വാലന്റീന വണ്ടറടിച്ചപ്പോൾ ഭൂമിയിലെ മനുഷ്യവംശം തങ്ങളുടെ റെക്കോർഡ് പുസ്തകത്തിൽ പുതിയൊരു പേര് എഴുതി ചേർക്കുന്നതിൻ്റെ ത്രില്ലിലായിരുന്നു. വാലന്റീന തെരഷ്കോവ ബഹിരാകാശത്തെത്തുന്ന ആദ്യ വനിത. 1963 ജൂൺ 16 വോസ്റ്റോക്ക് 6 പേടകത്തിലാണ് വാലന്റീന ബഹിരാകാശത്തെത്തിയത്. 3 ദിവസം, കൃത്യമായി പറഞ്ഞാൽ 71 മണിക്കൂർ കൊണ്ട് 48 തവണ ഭൂമിയെ വലം വെച്ച് അവർ ഭൂമിയിലേക്ക് മടങ്ങി. 1937 സോവിയറ്റ് യൂണിയനിൽ ജനിച്ച വാലന്റീന 16-ാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ച് ഒരു വസ്ത്രശാലയിൽ ജോലി തുടങ്ങി. അതിനിടെ പാരാഷൂട്ടിങ്ങിൽ കമ്പം കയറി. സാഹസികമായ ആ വിനോദം സോവിയറ്റ് സ്പേസ് ഏജൻസിയുടെ വാതിൽ വാലന്റീനയ്ക്ക് മുന്നിൽ തുറന്നുകൊടുത്തു. 1961 യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തുന്ന ആദ്യ മനുഷ്യനായത് ആവേശത്തോടെയാണ് വാലന്റീന എന്ന പെൺകുട്ടി കണ്ടത്. തുടർന്ന് തനിക്കും ബഹിരാകാശ യാത്രയ്ക്ക് താല്പര്യമുണ്ടെന്ന് സ്പേസ് ഏജൻസിക്ക് അവർ കത്തയച്ചു. മാസങ്ങളോളം നീണ്ട ശാരീരികവും മാനസികവുമായ കഠിന പരിശീലനത്തിലൂടെയാണ് വാലന്റീനയെ ബഹിരാകാശ യാത്രയ്ക്കായി റഷ്യ ഒരുക്കിയത്. വാലന്റീനയുടെ ബഹിരാകാശ യാത്ര ലോകമെങ്ങുമുള്ള സ്ത്രീകളെ ആകാശത്തോളം സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചു. പിന്നീട് നിരവധി പെൺകുട്ടികൾ ഈ മേഖലയിലേക്ക് ആകൃഷ്ടരാവുകയും ബഹിരാകാശ സഞ്ചാരം നടത്തുകയും ചെയ്തു. വാലന്റീനയ്ക്ക് ശേഷം മറ്റൊരു പെൺകുട്ടി ബഹിരാകാശത്തെത്തിയത് നീണ്ട 19 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. ആ ബഹുമതിയും സോവിയറ്റ് യൂണിയൻ എന്ന റഷ്യക്ക് തന്നെ. അവരുടെ പേര് സ്വെറ്റ്ലാന സാവിൻകോയ എന്നാണ്. 2 തവണ ബഹിരാകാശത്തെത്തുന്ന ആദ്യ വനിത, ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ വനിത എന്നീ ബഹുമതികളും ഇവർക്ക് മാത്രം സ്വന്തം. 1948 റഷ്യയിലെ മോസ്കോയിൽ ജനിച്ച സ്വെറ്റ്ലാന ചെറുപ്പം തൊട്ടേ പറക്കലിനോട് വലിയ താല്പര്യമായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയന്റെ യുദ്ധവിമാനം പറത്തിയ ആളാണ് അവരുടെ പിതാവ്. 22 വയസ്സിനകം 400-ലേറെ പാരച്യൂട്ട് ജമ്പുകൾ സ്വെറ്റ്ലാന ചെയ്തു. മോസ്കോ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 1972 എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം അവർ പൈലറ്റ് ലൈസൻസ് നേടി. 20-ലേറെ തരം എയർക്രാഫ്റ്റുകൾ പറത്തുന്നതിൽ വിദഗ്ധയായ അവർ നിരവധി പറക്കൽ റെക്കോർഡുകളും സ്വന്തം പേരിൽ കുറിച്ചു. 1980 സോവിയറ്റ് യൂണിയന്റെ സ്പേസ് പ്രോഗ്രാമിലേക്ക് സ്വെറ്റ്ലാന തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് തീവ്രമായ പരിശീലനം. 1982 ഓഗസ്റ്റ് 19 റഷ്യൻ ബഹിരാകാശ നിലയമായ സല്യൂട്ട് 7ലേക്കുള്ള സോയിസ് T7 എന്ന ദൗത്യത്തിന്റെ ഭാഗമായി സ്വെറ്റ്ലാന ബഹിരാകാശത്തെത്തി. 3 പേരടങ്ങുന്ന ദൗത്യ സംഘമായിരുന്നു അവരുടേത്. സല്യൂട്ട് 7 ബഹിരാകാശ നിലയത്തിൽ 6 മാസത്തോളമായി പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട ഗവേഷണ സംഘത്തോടൊപ്പം ചേർന്ന് സ്വെറ്റ്ലാന എന്ന പെൺകുട്ടി പരീക്ഷണങ്ങൾ നടത്തി. 2 വർഷത്തിനു ശേഷം 1984 ജൂലൈ 17 സ്വെറ്റ്ലാന വീണ്ടും ബഹിരാകാശത്തെ സല്യൂട്ട് 7 നിലയത്തിലെത്തി. ജൂലൈ 25 സ്പേസ് ക്രാഫ്റ്റിന് പുറത്ത് പരീക്ഷണങ്ങൾ നടത്തുന്നതിനായി 3.5 മണിക്കൂറിലേറെ സമയം അവർ സ്പേസ് വാക്ക്
നടത്തി. അതോടെ ബഹിരാകാശത്ത് നടന്ന ആദ്യ വനിത എന്ന റെക്കോർഡ് സ്വെറ്റ്ലാന സ്വന്തമാക്കി. ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ശേഷം സോവിയറ്റ് യൂണിയനിലെ പ്രശസ്തമായ എയ്റോസ്പേസ് കമ്പനി ഉദ്യോഗസ്ഥയായ സ്വെറ്റ്ലാന പിന്നീട് രാഷ്ട്രീയത്തിലുമെത്തി. റഷ്യൻ പാർലമെന്റിലേക്ക് പലവട്ടം തിരഞ്ഞെടുക്കപ്പെട്ട അവർ രാജ്യത്തെ ഉന്നതമായ പല പാർട്ടി പദവികളും വഹിച്ചിട്ടുണ്ട്. 1981 ജൂലൈ 18 അമേരിക്കയുടെ ചലഞ്ചർ സ്പേസ് ഷട്ടിൽ ബഹിരാകാശത്തേക്ക് കുതിച്ചു പാഞ്ഞു. ആ പേടകത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റായ സാലി റൈഡ് അന്നേ ദിവസം ഒരു അപൂർവ ബഹുമതിക്ക് അർഹമായി. ബഹിരാകാശത്തെത്തുന്ന ആദ്യ അമേരിക്കൻ വനിത. 1951 കാലിഫോർണിയയിൽ ജനിച്ച സാലി ഹൈസ്കൂൾ പഠനത്തിന് ശേഷം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഭൗതികശാസ്ത്ര ബിരുദത്തിന് ചേർന്നു. ജ്യോതിശാസ്ത്രം ഏറെ ഇഷ്ടപ്പെട്ട അവർ ഫിസിക്സിൽ PhD ബിരുദവും നേടി. 1977 ബഹിരാകാശ സഞ്ചാരികളെ ക്ഷണിച്ചുകൊണ്ടുള്ള നാസയുടെ പരസ്യം കണ്ട് അവർ ആ ജോലിക്ക് അപേക്ഷിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട 6 വനിതകളിൽ സാലിയും ഉണ്ടായിരുന്നു. അത് അവരുടെ ജീവിതത്തിലെ വഴിത്തിരിവായി. ശാരീരിക ക്ഷമതയും ശാന്ത സ്വഭാവവും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും ബഹിരാകാശ ശാസ്ത്രത്തിലുള്ള അറിവും സാലി റൈഡ് തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതകളായി. 1983 സാലി ഉൾപ്പെട്ട 5 പേരുള്ള ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര് STS-7 എന്നായിരുന്നു. ചലഞ്ചർ സ്പേസ് ഷട്ടിലിൻ്റെ 50 അടി ഉയരമുള്ള കൂറ്റൻ റോബോട്ടിക് ആം പ്രവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്തം സാലിക്കായിരുന്നു. ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വിക്ഷേപിക്കാൻ സഹായിക്കുകയാണ് റോബോട്ടിക് ആമിൻ്റെ ജോലി. 1987 നാസയിൽ നിന്ന് പിരിഞ്ഞ സാലി പിന്നീട് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപികയായി. 2012 അവർ അന്തരിച്ചു. സാലി അമേരിക്കയുടെ ഹീറോ ആയിരുന്നു. അമേരിക്കൻ യുവത്വത്തിന് വഴികാട്ടിയായ അവർ നക്ഷത്രലോകം കയ്യെത്തിപ്പിടിക്കാൻ നിരവധി പെൺകുട്ടികൾക്ക് പ്രചോദനവുമായി. സാലി അന്തരിച്ചപ്പോൾ അന്നത്തെ US പ്രസിഡന്റ് ബരാക് ഒബാമ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ചലഞ്ചർ സ്പേസ് ഷട്ടിലിൻ്റെ 13ാം ബഹിരാകാശ ദൗത്യമായിരുന്നു മിഷൻ 41G. 1984 ഒക്ടോബർ 13 5 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം ചലഞ്ചർ സ്പേസ് ഷട്ടിൽ കെന്നഡി സ്പേസ് സെന്ററിൽ തിരിച്ചിറങ്ങുമ്പോൾ നാസയ്ക്കത് മറ്റൊരു അഭിമാന നിമിഷം കൂടിയായിരുന്നു. ദൗത്യ സംഘത്തിലെ കാതറിൻ സള്ളിവൻ സ്പേസ് വാക്ക് നടത്തിയ ആദ്യ അമേരിക്കൻ വനിതയായി. 1951 അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ ജനിച്ച കാതറിൻ എർത്ത് സയൻസിൽ ബിരുദം നേടിയ ശേഷം ജിയോളജിയിൽ PhD നേടി. അറ്റ്ലാന്റിക്കിലും പസഫിക്കിലുമായി നടന്ന നിരവധി സമുദ്ര പരിവേഷണങ്ങളിൽ അവർ പങ്കെടുത്തു. 1978 ബഹിരാകാശ സഞ്ചാരത്തിനായി കാതറിൻ നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1984 STS-41G ആയിരുന്നു ആദ്യ ദൗത്യം. അതിൽ മിഷൻ സ്പെഷ്യലിസ്റ്റായ ഡേവിഡ് ഡിസ്മായ്ക്കൊപ്പം കാതറിൻ 3.5 മണിക്കൂർ സ്പേസ് വാക്ക് നടത്തി. കാതറിൻ്റെയും സംഘത്തിൻ്റെയും സ്പേസ് ഷട്ടിലായ ചലഞ്ചറിൽ നിന്ന് ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിരുന്നു. ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹത്തിൽ ഇന്ധനം നിറയ്ക്കുക എന്നതായിരുന്നു സ്പേസ് വാക്കിലൂടെ കാതറിനും ഡേവിഡ് ലിസ്മയും നടത്തിയ പരീക്ഷണം. അതിൽ അവർ വിജയിച്ചു. പിന്നീട് 2 തവണ കൂടി കാതറിൻ ബഹിരാകാശ സഞ്ചാരം നടത്തി. 1990 STS-31 എന്ന ബഹിരാകാശ ദൗത്യത്തിനൊപ്പവും 1992 STS-45 എന്ന ദൗത്യത്തിനോടൊപ്പവും ബഹിരാകാശ ഗവേഷണ രംഗത്ത് നിർണായക സംഭാവന നൽകിയ ഹംബിൾ സ്പേസ് ടെലിസ്കോപ്പ് വിന്യസിച്ചത് കാതറിൻ കൂടി ഉൾപ്പെട്ട STS-31 ദൗത്യ സംഘമാണ്. ഭൗമ അന്തരീക്ഷത്തെക്കുറിച്ച് 12ഓളം പരീക്ഷണങ്ങൾ നടത്തിയ ബഹിരാകാശ പരീക്ഷണശാലയുടെ പേലോഡ് കമാൻഡറായിരുന്നു STS-45 ദൗത്യത്തിൽ കാതറിൻ സള്ളിവൻ. 1993 നാസയിൽ നിന്ന് വിരമിച്ച കാതറിൻ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷനിൽ ചീഫ് സയന്റിസ്റ്റായി നിയമിക്കപ്പെട്ടു. പിന്നീട് പല സമുന്നത പദവികളും വഹിച്ച കാതറിനെ 2011 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ NOAA ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററാക്കി. STS-31 ദൗത്യത്തിന്റെ ഭാഗമായി ഹംബിൾ ടെലിസ്കോപ്പ് വിന്യസിച്ച അനുഭവങ്ങളെ മുൻനിർത്തി 2019 അവർ രചിച്ച ഗ്രന്ഥമാണ് ലോകപ്രശസ്തമായി മാറിയത്. ഇന്ത്യൻ ജനതയുടെ അഭിമാനം ആകാശത്തോളം ഉയർത്തുകയും ഒടുവിൽ തീരാവേദനയായി എരിഞ്ഞടങ്ങുകയും ചെയ്ത ധീര വനിതയാണ് കൽപ്പന ചൗള. ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ ആദ്യ വനിത എന്ന ബഹുമതിയും കൽപ്പന ചൗളയ്ക്കുണ്ട്. 1961 ഹരിയാനയിലെ കർണാൽ എന്ന സ്ഥലത്താണ് കൽപ്പന ചൗള ജനിച്ചത്. പഠിക്കാൻ മിടുമിടിക്കുകയായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അവൾ ഉപരിപഠനത്തിനായി എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തു. പിന്നീട് അമേരിക്കയിലെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനം നടത്തി.
കൊളറാഡോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും നേടി. 1987 കൽപ്പനയ്ക്ക് വിമാനം പറത്താനുള്ള ലൈസൻസ് ലഭിക്കുന്നത്. ബഹിരാകാശ സഞ്ചാരിയാവാൻ താൽപ്പര്യമുള്ളവരെ ക്ഷണിച്ചുകൊണ്ടുള്ള നാസയുടെ പരസ്യം കണ്ട കൽപ്പനയും അപേക്ഷിച്ചു. ശാരീരിക മാനസിക പരീക്ഷകൾ ജയിച്ചു. 1994 അവർ നാസയുടെ ഭാഗമായി. നാസയിലെ കഠിനമായ പരിശീലന കാലവും കൽപ്പന വിജയകരമായി പൂർത്തിയാക്കി. 1996 STS-87 എന്ന ബഹിരാകാശ ദൗത്യത്തിൽ മിഷൻ സ്പെഷ്യലിസ്റ്റായി കൽപ്പന ചൗള തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രൈം റോബോട്ടിക് ആം ഓപ്പറേറ്റർ എന്ന ചുമതലയും ആ ദൗത്യത്തിൽ അവർക്കുണ്ടായിരുന്നു. 1997 നവംബർ 19 കൊളംബിയ എന്ന പേടകത്തിൽ കൽപ്പന ചൗള ആദ്യമായി ബഹിരാകാശത്തേക്ക് കുതിച്ചു. നിരവധി പരീക്ഷണങ്ങളും മറ്റും നടത്തിക്കൊണ്ട് ഏകദേശം 376 മണിക്കൂറാണ് അന്ന് കൽപ്പന ചൗള ഉൾപ്പെട്ട സംഘം ബഹിരാകാശത്ത് ചെലവിട്ടത്. ഡിസംബർ 5 അവർ തിരികെ ഭൂമിയിലെത്തി. ആദ്യമായി ഒരു ഇന്ത്യൻ വംശജ വിജയകരമായി ബഹിരാകാശ യാത്ര നടത്തിയത് ഇന്ത്യ അന്ന് ആഘോഷമാക്കി. രണ്ടാമതൊരു ബഹിരാകാശ ദൗത്യത്തിന് കൂടി കൽപ്പന ചൗള തിരഞ്ഞെടുക്കപ്പെട്ടു. STS-107 പഠന ഗവേഷണമായിരുന്നു അതിൽ പ്രധാനം. ആ ദൗത്യത്തിന്റെ ലക്ഷ്യവും അതായിരുന്നു. 2003 ജനുവരി 16 കൊളംബിയ പേടകത്തിൽ കൽപ്പനയും മറ്റ് 6 പേരും ബഹിരാകാശത്തേക്ക് കുതിച്ചു. ബഹിരാകാശത്ത് അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മയെക്കുറിച്ചായിരുന്നു ബഹിരാകാശത്തെ അവരുടെ ഗവേഷണങ്ങൾ. 17 ദിവസത്തെ ഗവേഷണങ്ങൾക്ക് ശേഷം കൊളംബിയ പേടകം ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തുടങ്ങി. 2003 ഫെബ്രുവരി 1 കെന്നഡി സ്പേസ് സെന്ററിൽ തിരിച്ചിറങ്ങാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കൊളംബിയ പൊട്ടിത്തെറിച്ചു. കൽപ്പനയടക്കം 7 ബഹിരാകാശ സഞ്ചാരികളും ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു. ലോകമെമ്പാടുമുള്ള വനിതകളെ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ചുകൊണ്ട് കൽപ്പന ചൗളയുടെ ഓർമ്മകൾ ഇന്നും തിളങ്ങി നിൽക്കുന്നു. ബഹിരാകാശത്തെത്തിയ ആദ്യ ആഫ്രോ അമേരിക്കൻ വനിതയാണ് മേസി ജെമിസൺ. 1956 ഫെബ്രുവരി 17 അമേരിക്കയിലെ അലബാമയിലാണ് മേ ജനിച്ചത്. അവളുടെ 3-ാം വയസ്സിൽ കുടുംബം ചിക്കാഗോയിലേക്ക് താമസം മാറി. മേ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് വലിയൊരു സംഭവം നടക്കുന്നത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽ കുത്തി. കൊച്ചു മേ കൗതുകത്തോടെയാണ് ടെലിവിഷനിൽ ആ രംഗം കണ്ടത്. മനുഷ്യന്റെ ചാന്ദ്രയാത്രയെക്കുറിച്ചുള്ള ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നു അവർ. ഒരിക്കൽ ആകാശത്തിന്റെ അതിരുകൾ ഭേദിക്കുമെന്ന് അന്നവൾ സ്വപ്നം കണ്ടു. കുട്ടിക്കാലം തൊട്ടേ ശാസ്ത്ര വിഷയത്തോട് വലിയ ഇഷ്ടമായിരുന്നു മേയ്ക്ക്. പഠിക്കാൻ മിടുപിടിക്കുകയായ അവൾ 25 വയസ്സാകുമ്പോഴേക്ക് 2 ബിരുദമെടുത്തു. അതിലൊന്ന് വൈദ്യശാസ്ത്രത്തിലായിരുന്നു. 1987 മേ ജെമിസൺ നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപേക്ഷിച്ച 2000-ലധികം ആളുകളിൽ നിന്ന് മേ ഉൾപ്പെടെ 15 പേരെ നാസ അന്ന് തിരഞ്ഞെടുത്തു. ജോൺസൺ സ്പേസ് സെന്ററിൽ ആയിരുന്നു ആ സംഘത്തിന്റെ 1 വർഷം നീണ്ട പരിശീലനം. ബഹിരാകാശ വാഹനം നിയന്ത്രിക്കുന്നതും കുഴപ്പങ്ങൾ വന്നാൽ പരിഹരിക്കുന്നതും അടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ അവർ അവിടെ പരിശീലനം പൂർത്തിയാക്കി. 1992 സെപ്റ്റംബർ 12 അന്നാണ് മേസി ജെമിസൺ ആദ്യമായി ബഹിരാകാശത്തേക്ക് കുതിക്കുന്നത്. STS-47 എന്ന ദൗത്യത്തിന്റെ ഭാഗമായി എൻഡേവർ എന്ന പേടകത്തിലായിരുന്നു മേ ഉൾപ്പെടെയുള്ള 7 പേരുടെ ബഹിരാകാശ യാത്ര. ഈ ദൗത്യത്തിൽ മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു മേ. 40-ലധികം പരീക്ഷണങ്ങളാണ് STS-47 സംഘം സ്പേസ് ലാബിൽ പൂർത്തിയാക്കിയത്. തവളകളിലായിരുന്നു മേസി ജെമിസന്റെ പരീക്ഷണങ്ങൾ. കൂടാതെ ബഹിരാകാശ യാത്രയ്ക്കിടെ ശരീരത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും അവർ ഗവേഷണം നടത്തിയിരുന്നു. സെപ്റ്റംബർ 20 സംഘം തിരികെ എത്തി. 1993 മേസി ജെമിസൺ നാസയിൽ നിന്ന് വിരമിച്ചു. അധ്യാപനവും സാമൂഹിക പ്രവർത്തനങ്ങളുമൊക്കെയായി സജീവമായി അവർ ഇന്നും പൊതുരംഗത്ത് തുടരുന്നു. ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.